ഫാദർ തോമസ് ആനിമുട്ടിൽ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുമെന്ന ഈശോയുടെ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പിന്നിട്ട 25 വർഷങ്ങൾ. ആനിമുട്ടിൽ ജോസഫിൻ്റെയും ഏലിയുടെയും 7 മക്കളിൽ ഒരാളായി 1962 ജനുവരി 13 പയ്യാവൂരിലാണ് തോമസ് അച്ചൻ്റെ ജനനം. ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്നു വന്ന അച്ഛന് ഈശോയെക്കുറിച്ചുള്ള ആദ്യത്തെ അറിവുകൾ പകർന്നു നൽകിയത് സ്നേഹനിധിയായ അപ്പച്ചനും അമ്മച്ചിയുമായിരുന്നു. ചാക്കോ, ഫിലിപ്പ്, മാത്യു, ബേബി, ഏലിയമ്മ, ലിസമ്മ എന്നീ സഹോദരങ്ങൾക്കൊപ്പം വളർന്ന അച്ഛൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂളിലായിരുന്നു. ദൈവം തൻ്റെ ഉള്ളം കൈയിൽ അച്ഛനെക്കുറിച്ച് രേഖപ്പെടുത്തിയത് തൻ്റെ പിൻഗാമിയായിട്ടായിരുന്നു. പുരോഹിതനാകുവാനുള്ള ദൈവവിളി ഉൾക്കൊണ്ട് 1978 ജൂൺ മാസം 24 അച്ഛൻ സെന്റ് സ്റ്റെനിസ്ലാവോസ് മൈനർ സെമിനാരിയിൽ വൈദിക പഠനത്തിനായി ചേർന്നു. മംഗലാപുരം സെന്റ് ജോസഫ് സെമിനാരിയിൽ ദൈവശാസ്ത്ര പഠനത്തോടൊപ്പം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അച്ഛൻ ബിരുദവും പൂർത്തിയാക്കി. അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും ഏറെ ആഗ്രഹിച്ചിരുന്ന ആ വലിയ ദിവസം അടുത്തുകൊണ്ടിരുന്നു. ആയിരത്തി 1989 ഏപ്രിൽ മാസം 13 അന്നത്തെ കോട്ടയം രൂപതാ മെത്രാനായിരുന്ന അഭിമന്യ കുന്നശ്ശേരി പിതാവിൽ നിന്നും തോമസ് അച്ചൻ പൗരോഹിത്യം സ്വീകരിക്കുകയും പയ്യാവൂർ സെന്റ് ആൻസ് ടൗൺ പള്ളിയിൽ വച്ച് തൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു.
തനിക്കു കിട്ടിയ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകരുന്നതിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ദൈവിക കാര്യങ്ങൾ ഉദ്ഘോഷിക്കുന്നതിനും സേവനത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനും അച്ഛൻ നിയോഗിക്കപ്പെട്ടു. 1989 മാർച്ചിൽ പുളിഞ്ഞാലിലെ ക്രൈസ്ത കിങ് ഇടവകയിൽ വികാരിയായി അച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിച്ചു. 1991 സെപ്റ്റംബർ മാസം വരെ പ്രസ്തുത ഇടവകയിൽ വികാരിയായി സേവനമനുഷ്ഠിച്ച അച്ഛൻ 91 നവംബറിൽ ഉപരിപഠനത്തിനായി റോമിലേക്ക് പോയി. റോമിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ച അച്ഛന് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണിലൂടെ ഒരു തീർത്ഥാടനം. ഉപരിപഠനത്തിനു ശേഷം 1993 തിരിച്ചെത്തിയ അച്ഛനെ 1997 വരെ കോട്ടയം ബിഷപ്പിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായി നിയമിച്ചു. ആയിരത്തി 1997 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിൽ രൂപത ചാൻസലറായും സഭാ കോടതിയിൽ അഡ്മിനിസ്ട്രേറ്ററായും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. 1998 മുതൽ 2003 വരെയുള്ള കാലഘട്ടത്തിൽ കണ്ണൂർ ബെർമറിയം പാസ്റ്റർ സെന്ററിന്റെ ഡയറക്ടറായും മലബാർ റീജിയണൽ ഫിനാൻസ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച അച്ഛൻ ശ്രീപുരം സെന്റ് മേരീസ് പള്ളി വികാരിപദവും അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ചുമതലയും വഹിച്ചു. (2003 മുതൽ 2005 വരെയുള്ള കനാനായ കത്തോലിക്ക മിഷന്റെ ഡയറക്ടറായി USA ലോസ് ആഞ്ചലസിൽ അച്ഛൻ നിയമിതനായി. ആ കാലഘട്ടത്തിലാണ് അച്ഛൻ ക്ലിനിക്കൽ പാസ്റ്ററൽ എഡ്യൂക്കേഷന്റെ പഠനം പൂർത്തിയാക്കിയത്. (2008 വരെ വിവിധ തസ്തികകളിൽ ന്യൂയോർക്കിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. (2008 തിരികെ എത്തിയ അച്ഛൻ കാരിത്താസ് ആശുപത്രിയുടെ ഫിനാൻസ് ഡയറക്ടറായും തുടർന്ന് ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ഡയറക്ടറായും ചുമതലയേറ്റു. (2010 പ്രസ്ബിറ്റർ കൗൺസിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അച്ഛൻ 2013 പ്രസ്തുത പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു.
കോട്ടയം അതിരൂപതയുടെ വിവിധങ്ങളായ ഉപദേശക സമിതികളിൽ അച്ഛൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബലിയാകുവാൻ ബലിയേകുവാൻ ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുകാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. സ്നേഹമാകാൻ സ്നേഹമേകാൻ സ്നേഹത്തിൻ ബലിവേദി സ്നേഹമാകാൻ സ്നേഹമേകാൻ സ്നേഹത്തിൻ ബലിവേദിയിൽ ഗോതമ്പുമണി പോലെ പൊടിഞ്ഞൊന്നു ചേരാൻ ജീവിതം ബലിയാക്കുവാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. ബലിയാകുവാൻ ബലിയേകുവാൻ ബലിപീഠത്തിൽ ഒരു മെഴുതിരി പോലുരുകാൻ വിളിക്കുന്നു ദൈവം, വിളിക്കുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, നയിക്കുന്നു ദൈവം, നയിക്കുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം, അഭിഷേകമേകുന്നു ദൈവം, അനുഗ്രഹമേകുന്നു ദൈവം. തൻ്റെതായ ശൈലിയിൽ എല്ലാ മേഖലകളിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോകുന്ന അച്ഛൻ്റെ മനോഭാവം ഏവർക്കും പ്രചോദനമാണ്. ചുമതലയേറ്റ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അച്ഛന് പൗരോഹിത്യത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുമ്പോൾ വിശ്വാസം മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയെന്ന ചാരുദാർഥ്യം ഉൾക്കരുത്തേകും. തന്നെ പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന ഈശോയുടെ വാക്കുകൾ ശിരസ വഹിച്ച തോമസ് അച്ഛൻ തൻ്റെ ജീവിതം കത്തോലിക്കാ സഭയ്ക്കും ജ്ഞാനായ സമുദായത്തിനും വേണ്ടി ഒഴിഞ്ഞുവെച്ചു. ഇന്ന് അച്ഛൻ തൻ്റെ രജത ജൂബിലിയുടെ നിറവിലൂടെ കടന്നു പോകുമ്പോൾ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും സഹോദരനും സ്വർഗത്തിലിരുന്ന് ഈശോയോടൊപ്പം അച്ഛൻ്റെയും ആനിമൂട്ടിൽ കുടുംബത്തിൻ്റെയും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട അച്ഛന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അച്ഛനോടൊപ്പമുണ്ട്.